എന്ന് പറഞ്ഞാൽ പരമാത്മ ജ്ഞാനത്തെ ദാനം ചെയ്യുന്നു. ആ ഭക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ నలుగురి కన్నులు కప్పిన ఐదో దిక్కొకటున్నది పైన అది చూస్తున్నది నువ్వేమి చేసినా పంచభూతాల సాక్షిగా పంచభూతేషు సాక్షిగా పాఠం చెబుతది పాపము పండిన రోజున శివం ശിവം. നമുക്കറിയാം മഹാഭാരതം രചിച്ചതും രാമായണം രചിച്ചതും ഈ ഭാഗവതങ്ങൾ അതുപോലുള്ള മറ്റു പുരാണങ്ങളൊക്കെ രചിക്കപ്പെട്ടതും എല്ലാം നാരദൻ്റെ പ്രേരണ കൊണ്ടാണ്. അപ്പോൾ നാരദനൊരു മഹാശ്രേഷ്ഠനാണ്. ആ നാരദൻ സ്വർഗത്തിനേക്കാൾ നല്ലത് ഭൂമിയാണെന്ന് കരുതി ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ഇവിടെ വന്ന് പുണ്യതീർത്ഥങ്ങളൊക്കെ പോയി കണ്ടു. പുഷ്കരം, പ്രയാഗം, കാശി തീർത്ഥം, അവിടെയൊക്കെ പോയി കണ്ടു. എവിടെയും അധർമ്മമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. കലി ബാധിച്ചിരിക്കുന്നു. കലികാലത്താണ് വന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂതലം വിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയ ശേഷമാണ് ഈ വരവ്. അപ്പോൾ എവിടെയും ധർമ്മമില്ല. ഭഗവാൻ പോയതോടുകൂടെ ധർമ്മം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അല്പം സത്യം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത കാഴ്ച കണ്ടു. ഒരു സുന്ദരിയായ